വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് പെസ്സായിട്ടാണ് കളിക്കാൻ വന്നത്. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ വന്നത് നമ്മളെ ഫ്രണ്ടായ ഒരു പേഴ്സണാണ്. അവൻ്റെ പേര് നോക്കുമ്പോൾ ഹാഫി എന്നാണ്. അപ്പോൾ ഗൈസ് ആരെങ്കിലും ഹാഫിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവൻ്റെ ചാനലിൻ്റെ പേര് എന്താ വെച്ചാൽ അവൻ്റെ ചാനലിൻ്റെ പേര് തണ്ടർഗെയിൽ ഗെയിമർ എന്നാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അടിച്ച് പൊട്ടിക്കുക ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ കളിക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് മാച്ച്, ലെറ്റ്സ് ഗോ. ഓപ്പണൻ്റെ പേര് റെഡി ആവട്ടെ. എന്താ ഓപ്പണൻ്റെ എന്താ റെഡി അല്ലല്ലോ. ഓക്കെ റെഡിയാണ്, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഈ സമയം കൊണ്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. ഓക്കെ, കമൻ്റ് എല്ലാവരും ചെയ്യട്ടെ, എന്തെങ്കിലുമൊക്കെ എടുത്ത് കമൻറ്റ് ചെയ്തോ. സ്റ്റേഡിയം എത്ര മതി. ഇതാണ് ഗൈസ് നമ്മളൊരു ടീം, ഒരു ചെറിയൊരു ടീമാണ്, അത്ര വലിയ സെറ്റപ്പ് ഇല്ല. ഫുള്ളും പ്ലെയർ ഓഫ് ദി വീക്ക് ആണ്. നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്, നമ്മളത്ര വലിയ പ്രോ ഒന്നുമല്ല. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ടീമിൽ നോക്കുമ്പോൾ ഇതാണ് കേട്ടോ. ഇത് ആണ് അവൻ്റെ ശരിക്കുള്ള അക്കൗണ്ട് ഗൈസ്. ഇതിൽ അധികം അത്ര വലിയ പ്രൈസ് ഒന്നും ഇല്ല. ചെറിയൊരു സ്ഥലത്ത് ഉണ്ട്, 352 ഉണ്ട്. പക്ഷെ ശരിക്കുള്ളവൻ്റെ അക്കൗണ്ട് ഇതല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇത് അവൻ്റെ ശരിക്കുള്ള അക്കൗണ്ടാണെന്ന്. ഓൻ്റെ ശരിക്കുള്ള അക്കൗണ്ട് വേറെ കേട്ടോ. അതിൽ 3080 എത്രടാ, 82 സ്ട്രെസ്. അപ്പം ഞങ്ങളൊക്കെ ഇപ്പം അടുത്ത് കളിക്കാൻ തുടങ്ങിയതാണ്, ഞങ്ങളൊക്കെ ന്യൂബാണ്, നിങ്ങളെ പോലെ അത്ര വലിയ പ്രോ ഒന്നുമല്ല കേട്ടോ. ഓക്കെ നമുക്ക് കളി പോവാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ രണ്ടെണ്ണം റെഡിയാണ്. എന്താ ചെയ്യാ, തോൽക്കാൻ റെഡിയാടാ? കളിക്ക് പോവാം. The guys കളി തുടങ്ങി. Let's go. Insights will be Jim Feglin. Glad to be here, Peter, and I'm ready to rumble. Sound. എന്താ അഫി ഇങ്ങനെ ടാക്കിൾ ചെയ്യണേ ഗൈസ്? ഇവൻ ഫുള്ള് ടാക്കിൾ ചെയ്തല്ലേ കളിക്കണേ. ഓ ബ്രോ, കളിക്കാൻ പറ്റണില്ല. ഇവനക്കാണെങ്കിൽ ഫോർവേഡാണ്, വലിയൊരു ഫോർവേഡാണ്. നമ്മളതൊക്കെ ചെറിയൊരു ഫോർവേഡാണെങ്കിലും വലിയൊരു ഇതിലാണോ കളിക്കണ. ആൾക്ക് റാഫിനെ കണ്ടിട്ട് ഗൈസ്, അപ്പോൾ ആൾ സെറ്റപ്പ് ഒരു വലിയതാണ്. പക്ഷെ നമ്മളത്ര കളിക്കാൻ ആർക്കും പറ്റില്ലല്ലോ ഗൈസ്. പിന്നെ നിങ്ങൾ ബസ്സിലുള്ള പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, നമുക്ക് നോക്കാം. ഞാൻ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്, നമ്മുടെ ടീം എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ടീമൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ എല്ലാവരും പേരൊക്കെ എടുത്താ അതാ ഗൈസ്. നമുക്ക് ഡിഫൻസ് ആയിട്ട് കളിക്കണില്ല ഗൈസ്. നമ്മുടെ സലാഹിനൊരു യെല്ലോ കാർഡ് എത്തിക്കണേ. നോക്ക് 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 നോക്ക്. ഗൈസ് നമുക്ക് ത്രോ അറിയാം. ഞാൻ കുറേ സ്ഥലങ്ങൾ കട്ട് ചെയ്യട്ടെ, കാരണം നിങ്ങൾക്ക് ബോറടിക്കേണ്ടി വെച്ചിട്ട്. കാരണം ഇതൊരു കാണുമ്പോൾ നമ്മൾ അധികം വലിയൊരു വീഡിയോ ഒക്കെ ഇടാൻ നോക്കണില്ല. ഓണ്ടേക്ക് ഓ ഇവൻ വലിയ ഡിഫൻസ് ആട്ടോ ഗൈസ്. എനിക്ക് ഡിഫൻസും ഫോർവേഡാണ് 4 ഉള്ളത്, സെൻറ്റർ അത്ര ഇല്ല, എന്നാലും ഡിഫൻസും ഫോർവേഡും 4 ഉണ്ട് കേട്ടോ. വലിയ വില എന്നാണ്. സൗണ്ടിന് എന്താ പ്രശ്നമുണ്ട്, ഒന്ന് ക്ഷമിക്കണം ഗൈസ്. നമ്മൾ മൈക്കൊന്നും ഉപയോഗിക്കണില്ല, പിന്നെ ഈ ഫാനിൻ്റെ അങ്ങനെയൊക്കെ സൗണ്ടൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്. അടിക്കടോ വേഗം. ഓ ഇവൻക്കൊരു പവറുണ്ട്, ഒരു പോയിന്റ് അവൻ വിചാരിച്ച അവിടെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
എൻ്റെ ഒരു വാടക സ്കില്ല് നമ്മളോടോൻ്റെ സ്കില്ല് എന്താ കളിക്കാൻ്റെത്. ഓ ഷിറ്റ് ഷിറ്റ്. എടാ അതെന്താ വട്ടുണ്ടോ. സോണിക്ക് അർണോൾഡിന് യെല്ലോ കാർഡ് ഇട്ടിരിക്കണം. അത് നന്നായിക്കണേ. കളിയുണ്ട് കളിക്കാനില്ല പണ്ടത്തെ പോലെ. ഞാനൊരു ഫോൾ ഇട്ടിക്കണം. എൻ്റെ റൈസിന് യെല്ലോ കാർഡ് ചെയ്യണം. സാലറി റൈസ് നമുക്ക് ഇതാക്കാം. അടുത്ത റൈസ് നോക്കാം. ഈ റൈസിന് വേഗം സബ് കയറ്റണം. ഇത് മുണ്ടാക്കണേ. ഇത് മുണ്ടാക്കണേ. നിങ്ങൾക്ക് നമ്മളെ കൂടെ കളിക്കണമെങ്കിൽ നമ്മളൊരു പ്രാവശ്യം ലൈവ് ഒക്കെ ഉണ്ട്. ചിലപ്പം നാളെ മറ്റന്നാളെ എന്തായാലും നടക്കും കേട്ടോ. ലൈവ് ഈ ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ നമ്മളെന്തായാലും നടത്താൻ നമ്മളെന്തായാലും മുന്നേ അറിയിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ നോട്ടിഫിക്കേഷൻസ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുക. നമ്മളെല്ലാവരും കൂടി കളിക്കും കേട്ടോ. ലൈവിൽ എത്ര ആൾക്കാരുണ്ടോ അവരെല്ലാവരും കൂടി കളിക്കും. ഹാഫ് ടൈം അയക്കണം. നമുക്ക് പുതിയൊരു പ്ലെയർ ഓഫ് ദി പറ്റിക്കണം. അപ്പോൾ ഇവൻ്റെ സ്കില്ല് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഹാഫ് ചെയ്യണം. അപ്പോൾ പോവാം. അധികം ഞങ്ങൾ ബോറടിപ്പിക്കലുണ്ട്. നമ്മൾ കുറേ കട്ട് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ ഹാഫിന് അടച്ചാണ്. ഹാഫി ഓനക്കോ പ്ലെയർ ഉണ്ടോ? അപ്പം സബ്ജക്റ്റ് പ്ലെയർ ഓനക്കുണ്ടെന്നൊക്കെ വയസ്സ് തോന്നാൻ. ഓ പിടി 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 അത്ര ഉള്ളു. എടാ ഞാൻ ഇങ്ങോട്ട് ശേഷക്കായി പോയി. ഹാഫി ഞങ്ങൾക്കൊന്നും പറയാനില്ലേ. എന്തൊക്കെ പറയടോ. അങ്ങനെയൊന്നുമില്ല പറയാൻ. എന്തെങ്കിലും മടി പിടിച്ച് പേടിച്ചിരിക്കണ പോലെ. ഇതെന്ത് പുതിയ പ്ലെയറാ. എന്താ അവിടെ തന്നെ ഇടുന്ന ചവിണി. റെഡ് കാർഡ് ഇട്ടാൽ തന്നാൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. യെല്ലോ കാർഡ് ബെസ്റ്റ്. ഇങ്ങനെ മടി പിടിച്ചിരിക്കണം. നമുക്ക് പറയണമെന്നുണ്ട് എന്തെങ്കിലുമൊക്കെ. പക്ഷെ മടി പിടിച്ചിരിക്കണം. പോട്ടെ പിന്നെന്താ പറഞ്ഞ പോലെ ഗൈസ് ഓൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്യേ. ഓൻ്റെ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടേ. എല്ലാവരും കയറിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യില്ല ഗൈസ്. കിട്ടില്ല. അത് പോയി. എനിക്ക് ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ റെഡ് കാർഡ് ഗൈസ് കൊടുക്കണം. ഫ്രേ തല്ലുണ്ടാക്കാൻ കൊടുക്ക്. ഷീറഫ് ഇയാള് എന്താ കളിക്കുന്നത്. കൊടുക്കാനോട് കൊടുക്കുന്നത്. എന്താ ഫേ നമ്മക്കും ഉണ്ട് വലിയ ഡിഫൻസൊക്കെ. വലിയ ഡിഫൻസൊക്കെ കളിക്കുന്ന ഓൻ്റെ ആളെ വിചാരിച്ചില്ല. ആള് വലിയ സംഭവമാണെന്നാ നിർത്തണം. നമ്മളൊരു സോഫ്റ്റ് വീഡിയോ ഇടുമ്പോൾ ഊമിക്കാനുള്ള സ്ഥലം മാറിയിരിക്കട്ടെ ഗൈസ്. പെനാൽറ്റി കാണുമെന്ന് നമുക്കറിയില്ല. എന്തൊക്കെ പോട്ടെ ഗൈസ്. നമുക്ക് പെനാൽറ്റി അടിക്കാനാണ് ഗൈസ്. ഇതെങ്കിലും റെഡി ആയാൽ മതിയിനി.
ഗൈസ് ഇതെങ്കിൽ റെഡി ആയാൽ മതിയിനി. ഗോളടിച്ച് ഗൈസ്. മതി 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 ഗൈസ്. ഇപ്പം തന്നെ വീഡിയോ ഇത്ര 10 മിനിറ്റിൻ്റെ അടുത്ത് കഴിക്കണേ. അങ്ങനെയല്ല നമ്മൾ ശരിക്കും വിചാരിച്ചിട്ടോ, ഇത്ര ആവുന്നൊന്നും വിചാരിച്ചില്ലേ. റെഡിയാക്കാം ഞാൻ കളിച്ചു. ഞാൻ ഓൻ്റെ ഒപ്പം തന്നെ കേട്ടോ ഇരിക്കണേ. അതുകൊണ്ടാണ് എനിക്ക് ഒരു ഗോൾ അടിക്കാൻ പറ്റത് കേട്ടോ. ഒരു ഗോൾ അടിച്ചിക്കണേ, പക്ഷെ ഇത് പെനാൽറ്റി കൊണ്ടാണ്, അതുകൊണ്ട് കൂട്ടണം എന്നില്ല. അങ്ങനെ പറയില്ലേ, ഇങ്ങനെയല്ല നമുക്ക് പെനാൽറ്റി തന്നെ. അപ്പം നമ്മൾ കൂട്ടാക്കാൻ പാടില്ല, അത് മോശമല്ലേ. എന്ത് ഡിഫൻസ്, എന്തത് ഉണ്ടാക്കടാ. ഓ ഉന്തിട്ടിക്കണോ തുറക്കത്തില പറയുന്നില്ല. ഗൈസ് 82 മിനിറ്റ്, വേറെ 8 മിനിറ്റ് ഉള്ളു. 8 അല്ല, ഒരു കളി കൂടി ഉണ്ടാവും. ഒരു കളി കാണാം നമുക്ക്. ഇനി നമ്മൾ വീഡിയോ ഇടില്ല, ഈ കളി മാത്രമേ വീഡിയോ ഇടുള്ളൂ ഗൈസ്. അടുത്ത കളി വേണമെങ്കിൽ ഗൈസ്, അടുത്ത കളി വേണമെങ്കിൽ നമ്മൾ സ്പെഷ്യലുള്ള വലിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഷോർട്സ് ആയിരിക്കും. വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഒരു ബോറിംഗ് ആണ് ഗൈസ്. അതേപോലെ നമ്മൾ റോബ്ലോക്സും കളിക്കുന്നുണ്ട്, പെസ് മാത്രമല്ല കേട്ടോ. നമ്മൾ റോബ്ലോക്സും കളിക്കലുണ്ട്. നമ്മൾ കളിക്കാൻ ആളില്ല എന്നാണ് പ്രശ്നം. മൾട്ടിപ്ലെയർ ആയിട്ട് നമുക്ക് കളിക്കണമെങ്കിൽ ഒരാളെങ്കിലും എന്തായാലും വേണം. ഇവനാണെങ്കിൽ റോബ്ലോക്സ് കളിക്കും ചെയ്തത് ചേട്ടാ. റോബ്ലോക്സ് ഇഷ്ടമില്ല അവന്, എനിക്ക് റോബ്ലോക്സ് ഇഷ്ടമില്ല, അറിയില്ല. ഇവനൊരു പോസ്റ്റ് പ്ലെയറാണ് ഗൈസിൻ്റെ വേൾഡ്. റോബ്ലോക്സ് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഇനി കൊടിഞ്ഞി പോരാ. ആ ഗൈസ് കളി കഴിഞ്ഞിരിക്കുന്നു. 1-0 നമ്മൾ പൊട്ടിച്ച്. എന്നോട് എന്നോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കും. അപ്പോൾ ഗൈസ് ബൈ, എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കളി കഴിഞ്ഞ് ഇനി നാളെ ഒരു വീഡിയോ നമ്മൾ പറ്റുകയാണെങ്കിൽ ഇടും. നമ്മൾ ചെറിയ കുട്ടികളാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ ഇടാനൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ എഡിറ്റിങ്ങും ഇവരും കൂടി വെക്കുമ്പോൾ നമുക്കത്തെ സമയമൊക്കെ വേണം. പിന്നെ റോബ്ലോക്സ് എന്തായാലും പെട്ടെന്ന് വരും. ഈ ആഴ്ചേൻ്റെ ഉള്ളിൽ ഒരു റോബ്ലോക്സിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും പെട്ടെന്ന് ഇടും. അപ്പോൾ നിങ്ങൾ കാത്തിക്കുക. അതുപോലെ സൗണ്ടിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. ഇത് നമ്മളെ രണ്ടാമത്തെ വീഡിയോ കേട്ടോ. ഫസ്റ്റത്തെ വീഡിയോ നല്ല ഫ്ലോപ്പ് ആയിരിക്കണേ. നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്തിരിക്കണം. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തിരിക്കണേ. അതുപോലെ ഈ വീഡിയോക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ തോന്നണം. പിന്നെ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാത്തവരെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഗൈസ്. നമുക്ക് അങ്ങനെ ഞാൻ ലൈവ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒരു ലൈവ് ഇടുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഇടുന്നുണ്ട്. നിങ്ങളെന്തായാലും ആ സമയം നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. ബൈ.